നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പരിശോധിക്കും. അതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമാക്കുകയും ചെയ്യും. പതിവ് പോലെ നമ്മൾ ആദ്യം പോകുന്നത് തലക്കെട്ടുകളിലേക്കാണ്. 24 പ്രതിനിധികൾ തയ്യാറാണ്. നമ്മൾക്കാദ്യം തലക്കെട്ടുകൾ നോക്കാം. മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിൽ തിരുവനന്തപുരം കാട്ടാക്കടയിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസുകാരെ നേരിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. പ്രതിപക്ഷത്തിന് സാമൂഹിക വിരുദ്ധ മനോഭാവമെന്ന് മുഖ്യമന്ത്രി, കലാപത്തിന് ആഹ്വാനം ചെയ്തത് മുഖ്യമന്ത്രിയെന്ന പ്രതിപക്ഷ നേതാവ്. നമ്മുടെ നയം എന്താ? വലത്തേക്ക് അടിച്ചു അടിച്ചാൽ അടിക്കുന്നവന്റെ കരണക്കുറ്റി അടിച്ചു പൊളിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ജീവൻ രക്ഷാപ്രവർത്തനം ശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ. നവകേരള സദസ്സിന് നാളെ തിരുവനന്തപുരത്ത് സമാപനം. സപ്ലൈകോ ക്രിസ്മസ് ചന്തയിൽ സാധനങ്ങളില്ല. തൃശൂരിൽ മേയറും MLAയും ഉദ്ഘാടനം ചെയ്യാതെ മടങ്ങി. ഭക്ഷ്യവകുപ്പിനെതിരെ മേയർ MK വർഗീസ്. ഉണ്ടായത് വലിയ തെറ്റ്. സാധനങ്ങളില്ലാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. കാരണം പൊതുവിപണിയിൽ അത്രയും വിലക്കയറ്റമാണ് സാർ. 1 കിലോ അരി കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില 45 രൂപയാണ്. സർക്കാർ ഒരു പ്രഹസനം പോലെ എല്ലാം നടത്തിക്കൊണ്ടു പോവുകയാണ്. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണവും പാവങ്ങൾക്ക് പട്ടിണിയുമെന്നതാണ് സർക്കാർ നയമെന്ന് പ്രതിപക്ഷ നേതാവ്. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഉപരോധിക്കാൻ സംഘപരിവാർ സംഘടനകൾ. പ്രതിഷേധം. ചാൻസലറുടെ സെനറ്റ് നോമിനികളെ തടഞ്ഞ സംഭവത്തിൽ SFIക്കെതിരെ പോലീസിൽ പരാതി നൽകി പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ളവർ. പന്തളം NSS കോളേജ് സംഘർഷത്തിൽ പ്രതിയായ ABVP പ്രവർത്തകന്റെ വീട് ആക്രമിച്ചു. RSS കാര്യാലയത്തിന് നേരെയും ആക്രമണം. വിധവാ പെൻഷൻ വൈകിയെന്ന അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ. മറിയക്കുട്ടിയെ പോലുള്ളവർ എങ്ങനെ ജീവിക്കുമെന്ന് തിരികെ ചോദിച്ച് ഹൈക്കോടതി. പെൻഷൻ എപ്പോൾ നൽകാൻ സാധിക്കുമെന്ന് ഇന്ന് തന്നെ വ്യക്തമാക്കണം. സാമ്പത്തിക പ്രതിസന്ധി എന്നാവർത്തിച്ച് സംസ്ഥാന സർക്കാർ. ഹർജി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. രജൌരി ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ അനുബന്ധ സംഘടനയായ PAFF വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 5ആയി. മേഖലയിൽ ഭീകരർക്കായി തിരച്ചിൽ നടത്താൻ വ്യോമസേനയും. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഫാറൂഖ് അബ്ദുള്ള. ഡോക്ടർ ഷെഹനയുടെ ആത്മഹത്യയിൽ പ്രതി റുവൈസിന് ജാമ്യം. ഇനി കസ്റ്റഡിയിൽ തുടരേണ്ട സാഹചര്യമില്ലെന്ന ഹൈക്കോടതി. നിയമോപദേശം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ PG മനുവിന് മുൻകൂർ ജാമ്യമില്ല. മജിസ്ട്രേറ്റിന് മുൻപിൽ കീഴടങ്ങിയാൽ ജാമ്യാപേക്ഷ കീഴ്ക്കോടതിക്ക് പരിഗണിക്കാമെന്ന ഹൈക്കോടതി. പാർലമെന്റിലെ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരായ കൂട്ട സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് ജന്തർ മന്ദറിൽ ഇന്ത്യ സഖ്യത്തിന്റെ ധർണ. നടപടി നേരിട്ട 143 MPമാരും പ്രതിഷേധ പരിപാടിയിൽ. കനത്ത സുരക്ഷ ഒരുക്കി ഡൽഹി പോലീസ്. മുന്നണിയിലെ ഭിന്നതകൾക്കിടെ നിതീഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ച് രാഹുൽ ഗാന്ധി. അതീവ സുരക്ഷാ മേഖലയായ കൊച്ചി കപ്പൽശാലയിലെ വിവരങ്ങൾ ചോർത്തിയ കരാർ ജീവനക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് മലപ്പുറം സ്വദേശി ശ്രീനിഷ്. INS വിക്രാന്തിന്റെയും അറ്റകുറ്റപ്പണിക്കെത്തിച്ച യുദ്ധക്കപ്പലുകളുടെയും ചിത്രങ്ങൾ പകർത്തി. വിവരങ്ങൾ കൈമാറിയത് ഏഞ്ചൽ പായൽ എന്ന സമൂഹമാധ്യമ അക്കൗണ്ടിലേക്ക്. ശബരിമലയിൽ വൻ തീർത്ഥാടക തിരക്ക്. മരക്കൂട്ടം വരെ ക്യൂ. തിരക്കിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ടെന്നും തീർത്ഥാടകർ സഹകരിക്കണമെന്നും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി 24നോട്. ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ ആവാൻ വേണ്ടി എല്ലാവരും ഒത്ത് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്തും എല്ലായിടത്തും കാണുന്നത്. നമ്മൾ കൂടുതൽ തിരക്കുകൾ ഇത് വരുമ്പോൾ കഴിയുന്നത്ര അതിനനുസരിച്ച് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് പറയാനുള്ളത്. അതെ. കോന്നി ഇളക്കൊള്ളൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ലോറിയും കൂട്ടിയിടിച്ചു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. മുംബൈ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ വനിതകൾക്ക് 1-ാം ഇന്നിംഗ്സ് ലീഡ്. സ്മൃതി മന്ദാനയ്ക്ക് അർദ്ധ സെഞ്ചുറി. ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പിന്റെ കലാശ പോരാട്ടം ഇന്ന്. മാഞ്ചസ്റ്റർ സിറ്റി ബ്രസീലിയൻ ക്ലബ് ഫ്ലുമിനൻസിനെ നേരിടും. നമസ്കാരം. ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹാഷ്മി എവിടെയെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ. ഹാഷ്മി ഇന്ന് ഓഫാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓഫ് എടുക്കണമല്ലോ. അങ്ങനെ ഹാഷ്മി ഇന്ന് ഓഫായതുകൊണ്ടാണ് പകരമായി ഈ
ഇവിടെ നിൽക്കേണ്ടി വന്നത് എന്ന് പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഈ വീട് കയറിയുള്ള ആക്രമണത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. വാക്പോര്, തെരുവിൽ യുദ്ധം, ഒടുവിൽ വീട് കയറിയുള്ള ആക്രമണങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ കണ്ടത് ഇതാണ്. വീട് കയറിയുള്ള ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആറ്റിങ്ങലിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട് കയറി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചതിന് പിന്നാലെ ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആക്രമിച്ചു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെ വീടിന് നേരെയാണ് ആദ്യം ആക്രമണമുണ്ടായത്. ജനൽ ചില്ലുകൾ ഉൾപ്പെടെ അടിച്ചു തകർത്തു. നിർത്തിയിട്ട ഇരുചക്രവാഹനങ്ങളും നശിപ്പിച്ചു. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സുഹൈൽ ആരോപിച്ചു. കുറച്ചൊരു ബാക്ക് വഴി കറങ്ങി കയറി ഉമ്മായ തറയെ പിടിച്ചിട്ട്, പിന്നെ എൻ്റെ കുഞ്ഞാടെ മോളുണ്ടായിരുന്നു 10 വയസ്സുള്ള, അവള് ബാക്ക് വഴി ഇറങ്ങുമ്പോൾ അവളവിടെ പിടിച്ച് വലിച്ചടച്ച് മുറിവുകളുണ്ട്. പിന്നെ എൻ്റെ 1 വയസ്സുള്ള കുഞ്ഞും ഭാര്യ ഉണ്ടായിരുന്നു. അവളെ റൂമിൽ തള്ളിയിട്ട് മോൻ്റെ കൈ പിടിച്ച് വലിച്ച് എന്തോ ജസ്റ്റിന് അവളുടെ റൂമിൽ കയറി കഥ ഉടച്ച്. അത് കഴിഞ്ഞ് ഈ ഡോറിന് വാള് വെച്ചാണ് വെട്ടിയത്. ആ വെട്ടിലാണ് ഞാൻ ബാക്കിലോട്ടാവുന്നത്. ആ ഒറ്റ വെട്ടിലാണ് ബാക്കിലോട്ടാവുന്നത്. ഉമ്മായും ഞങ്ങളും എല്ലാം ബാക്ക് കൂടി ഇറങ്ങി ഓടി. വീട് മൊത്തം അവന്മാർ അടിച്ച് തകർത്ത്, വണ്ടികളെല്ലാം അടിച്ച് തകർത്ത് നശിപ്പിച്ചിട്ട് അവന്മാർ പോയി. പിന്നാലെയാണ് CPIM കൗൺസിലറുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണോ ആക്രമണം ഉണ്ടായതെന്ന് അറിയില്ലെന്ന് ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മ പറഞ്ഞു. ഏകപക്ഷീയമാണെന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ള കാര്യം അറിയില്ല. മെനങ്ങാന്ന് നവകേരളവുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പള്ളിയുടെ മുമ്പ് അതുമായി ബന്ധപ്പെട്ടാണോ എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകളാണ് അവർ മുദ്രാവാക്യം വിളിച്ചാണ് വന്നത്. അത് മാത്രമേ എനിക്കറിയാം. അല്ല, ഞാനും യൂത്ത് കോൺഗ്രസുമായിട്ട് യാതൊരു വിഷയവുമില്ല. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കരവാരം പഞ്ചായത്തിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. 24 തിരുവനന്തപുരം. വീട് കയറിയുള്ള ആക്രമണം സംബന്ധിച്ച വാർത്തകൾ ഇങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് ബൈജു ചോദിക്കുന്നത് നാളെ തിരുവനന്തപുരത്ത് ഹർത്താൽ ഉണ്ടാകുമോ എന്നുള്ളത്. അത് ഏതായാലും ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇല്ല. ഇന്ന് അവിടെ കരവാരം എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ മാത്രം ഹർത്താൽ ഉണ്ട്. അത് കോൺഗ്രസിന്റെ ഹർത്താലാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ നിലവിൽ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതും കേട്ടതും പോലെ തന്നെ മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, അതിന് പ്രതിപക്ഷം മറുപടി പറയുന്നു. ആ സ്ഥിതി ഇന്നുമുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പക നേതൃത്വത്തിന്റെ ആക്രമണ മനോഭാവമാണ് വ്യക്തമാക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. സാമൂഹിക വിരുദ്ധ മനോഭാവം കോൺഗ്രസ് മാറ്റണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. പിണറായി വിജയൻ സൂപ്പർ മുഖ്യമന്ത്രി ചമയേണ്ട എന്നാണ് ഇതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. നവകേരള സദസ് പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചത് നാടിന്റെ സംസ്കാരത്തിന് ചേരാത്ത നടപടിയാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇത്തരം മാനസികാവസ്ഥ അനുയായികളിൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് നേതൃത്വമാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ബോർഡുകളും ബാനറുകളും എല്ലാം പരസ്യമായാണല്ലോ തകർക്കുന്ന നിലയെടുത്തത്. സാധാരണഗതിയിൽ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് തന്നെ ചേരാത്തൊരു നടപടിയാണ്. ഒരു സാമൂഹ്യ വിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. നവകേരള സദസ്സിനോട് UDF-നല്ല കേരളത്തിനാണ് അലർജിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അലർജിയാണെന്നാണ്. അത് ശരിയാണ്. പ്രതിപക്ഷത്തിനല്ല, കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയായത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും അതും പ്രതിരോധ പ്രവർത്തനമാണെന്നും UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. ഗാന്ധിസം തുല്യ എതിരാളികളോടെന്ന് K മുരളീധരൻ MP. യൂത്ത് കോൺഗ്രസ്, KSU, കൊല്ലത്തെത്തിയപ്പോൾ മഹിളാ കോൺഗ്രസ് എല്ലാം നല്ല രീതിയിൽ VN രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയതിന് അവരഭിനന്ദിക്കാൻ കൂടെ ഈ സന്ദർഭം വിനിയോഗിക്കുക. പിന്നെ ഗാന്ധിസം എന്ന് പറയുന്നത് തുല്യ എതിരാളിയോട് വേണം ഗാന്ധിസം പ്രയോഗിക്കുക. അതല്ലാത്തവരോട് ഗാന്ധിസത്തിന് പ്രസക്തിയില്ല. പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമിടെ നാളെ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നവകേരള സദസ്സ് സമാപിക്കും. 24 തിരുവനന്തപുരം. ഏതായാലും വാക്പോര് ഒരു ഭാഗത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ. പ്രതിപക്ഷത്തു നിന്ന് ഇടയ്ക്ക് മറ്റുള്ളവരുടെ സ്വരവും ഉയരുന്നുണ്ട്. മന്ത്രിമാർ അതിന് കൂട്ടത്തോടെ മറുപടി പറയുന്നു. അതൊക്കെയാണ് കുറച്ച് നാളുകളായി നമ്മൾ കേൾക്കുന്നത്. മാധ്യമങ്ങളിലൂടെ പോര് തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രി PA മുഹമ്മദ് റിയാസ് തന്റെ ജനസ്വാധീനം എണ്ണാതെ റോഡിലെ കുഴി എണ്ണണം എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതിന്റെ കുഴപ്പമാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെന്നും VD സതീശൻ പരിഹസിച്ചു. എന്നാൽ ഇനി പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടിരിക്കില്ല എന്നാണ് PA മുഹമ്മദ് റിയാസിന്റെ മറുപടി. മറ്റൊരാൾക്ക് പ്രതിപക്ഷ നേതാവ് ആകാനുള്ള വെറും ബുക്കിംഗ് ടവൽ മാത്രമാണ് VD സതീശനെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് ആഞ്ഞടിച്ചു. പൊതുമരാമത്ത് മന്ത്രിയല്ലല്ലോ അത് അളക്കണത്.
അയാൾ കേടായി കിടക്കുന്ന റോഡിലെ കുഴി എത്രയുണ്ടെന്ന് എണ്ണിയാൽ മതി. കേരളത്തിൽ മുഴുവൻ കേടായി കിടക്കുന്ന റോഡിന്റെ കുഴി എണ്ണിയാൽ മതി. എൻ്റെ പാർട്ടിയിലെ സ്വാധീനത്തെക്കുറിച്ച് അളവെടുപ്പ് നടത്തേണ്ട ആൾ പൊതുമരാമത്ത് മന്ത്രിയല്ല, മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ തന്നെ ആരും ഒന്നും പറയാൻ പാടില്ല. താൻ എല്ലാം വായി തോന്നിയത് വിളിച്ചു പറയുമെന്നുള്ള താൻ പ്രവണതയാണ് പ്രതിപക്ഷ നേതാവിൽ കാണുന്നത്. ഞാൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. അത് പൊതുസമൂഹത്തിൽ പൊതുവെ വരുന്ന ചർച്ചയാണ്. വെറും ഡയലോഗ് സതീശനായി VD സതീശൻ മാറുന്നു. എങ്ങനെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതുണ്ടോ? ഒരാളുടെ പെട്ടിയും പിടിച്ച് കുറെ കാലം നടന്ന അവസാനം അയാളെ പാലം വലിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അഭിപ്രായമില്ലേ? നമ്മളിങ്ങനെ നവകേരള സദസ്സിനെ കുറിച്ചും അനുബന്ധ സംഭവങ്ങളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്ഷയ് PR ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാക്ഷി മലിക്കിന്റെ വിരമിക്കലിനെ പറ്റി പറയൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഇന്നലെ നടന്ന സംഭവമാണ്, നമ്മൾ വാർത്ത നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടെങ്കിൽ നമ്മളത് ഈ ബുള്ളറ്റിന്റെ ഭാഗമാക്കും അക്ഷയ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഒരു പ്രതികരണത്തിലേക്ക് കടക്കുകയാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ EMSനെ ഗുണ്ടയെന്ന് വിളിച്ചതിൽ അത്ഭുതമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്കാരത്തിന്റെ പ്രശ്നമാണെന്നും നേതൃത്വം അങ്ങനെ ആയിപ്പോയെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. എന്നാൽ പ്രസ്താവന പിൻവലിക്കില്ല എന്ന നിലപാടിലാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. KSUവിനെ സംസ്കാരം പഠിപ്പിക്കാൻ പിണറായി വിജയൻ വരണ്ട, ഉപദേശം SFIക്ക് നൽകിയാൽ മതി. സംസ്കാരം പഠിപ്പിക്കാൻ വരുമ്പോൾ സ്വയം കണ്ണാടി നോക്കണമെന്നാണ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന്, അതും ഒരു പൊതുപ്രവർത്തകനായിട്ട് വരുന്ന ഒരു നല്ല സംസ്കാര സമ്പന്നതയോടെ നടത്തേണ്ട രംഗമാണല്ലോ വിദ്യാർത്ഥി പ്രവർത്തനം, അങ്ങനെ ഒരാൾക്ക് ഈ പറയുന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ തയ്യാറാകുന്നു എന്നത് അത് പൊതുവിൽ സംസ്കാരമാണ് കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക നിലയാണ് കാണിക്കുന്നത്. പക്ഷെ അതിൽ ആശ്ചര്യപ്പെടുന്നില്ല ഈ നേതൃത്വം ആ രീതിയിലായിപ്പോയി. ഒരിക്കലും പിൻവലിക്കേണ്ട കാര്യമില്ല. ആ ഉപദേശം നൽകുന്ന പിണറായി വിജയൻ ആദ്യം ഒന്ന് കണ്ണാടി എടുത്തുവന്ന സ്വന്തം മുഖത്തേക്ക് നോക്കട്ടെ എന്നാണ്. നികൃഷ്ടജീവി, പരനാറി, കുലംകുത്തി ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ കേരളീയ രാഷ്ട്രീയ മേഖലയ്ക്ക് പൊതുമണ്ഡലത്തിന് സംഭാവന ചെയ്ത പിണറായി വിജയൻ KSUവിനെ സംസ്കാരത്തെപ്പറ്റി പഠിപ്പിക്കാൻ വരേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. അമർനാഥ് തങ്കച്ചൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ക്രിസ്മസ് സൗജന്യ കിറ്റ് സർക്കാർ നൽകുന്നുണ്ടോ? സപ്ലൈകോ സബ്സിഡി എന്തെങ്കിലും ഉണ്ടാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏതായാലും ക്രിസ്മസ് ചന്തകൾ ആരംഭിക്കുകയാണ്. പക്ഷേ തൃശ്ശൂരിൽ ഇന്ന് സബ്സിഡി സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല അമർനാഥ്. അതുകൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മേയറും MLAയും ഒക്കെ അവിടെ നിന്ന് മടങ്ങി. നമ്മളിനി ആ വാർത്തയിലേക്കാണ് കടക്കുന്നത്. സബ്സിഡി സാധനങ്ങളില്ലാതെ ക്രിസ്മസ് ചന്ത. സൂചിപ്പിച്ച പോലെ തന്നെ സപ്ലൈകോ ക്രിസ്മസ് ചന്തയിൽ സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ല. തൃശൂരിലെ സപ്ലൈകോ ചന്തയിൽ സാധനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് ഉപഭോക്താക്കൾ പ്രതിഷേധിച്ചു. ഉദ്ഘാടനം നടത്താതെ തൃശൂർ മേയറും MLAയും മടങ്ങി. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണവും പാവങ്ങൾക്ക് പട്ടിണിയുമാണ് സർക്കാർ നയം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. കാരണം പൊതുവിപണിയിൽ അത്രയും വിലക്കയറ്റമാണ് സാർ. 1 കിലോ അരി കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില 45 രൂപയാണ്. സർക്കാർ ഒരു പ്രഹസനം പോലെ എല്ലാം നടത്തിക്കൊണ്ടു പോവുകയാണ്. 7 മണിക്ക് വന്നിക്കണതാ ഇവിടെ വന്നപ്പോൾ അവസ്ഥകൾ ഏതാ വരുന്നവർ പറയുന്നുണ്ട്. ഒരു വസ്തുവില്ല, മിളകില്ല, മല്ലി മാത്രമല്ല, മല്ലി പരി വന്നിട്ട് പറയുന്നുണ്ട്. അത് മേടിക്കാൻ നോക്കുമ്പോൾ ചില്ലറിയില്ല. ഇന്നലെ വന്ന് പറഞ്ഞു, ഇന്ന് വരുന്നു പറഞ്ഞു, ഒന്നുമില്ല. ഈ വെളിച്ചെണ്ണ കൊടുത്ത് തേച്ചോണ്ട് നമ്മുടെ വയറ് കഴിയും വയ്യാത്ത ആൾക്കാർക്ക്. 13 സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ ആകെ ലഭ്യമായിരുന്നത് 4 എണ്ണം. ചെറുപയറും മല്ലിയും വെളിച്ചെണ്ണയും അരിയും മാത്രമാണ് തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ക്രിസ്മസ് പുതുവത്സര ചന്തയിലുള്ളത്. ഇതോടെ നാട്ടുകാർ എതിർപ്പുമായി രംഗത്തെത്തി. ഉദ്ഘാടന ചടങ്ങിനെത്തിയ മേയർ MK വർഗീസിനും തൃശൂർ MLA P ബാലചന്ദ്രനുമെതിരെ പ്രതിഷേധക്കാർ തിരിഞ്ഞതോടെ ഇരുവരും ചടങ്ങിൽ പങ്കെടുക്കാതെ മടങ്ങി. പട്ടിണിപ്പാവങ്ങളെ വെയിലത്തു നിർത്തി സാധനങ്ങളില്ലാതെ മടക്കി അയക്കുന്നത് വലിയ തെറ്റെന്ന് മേയർ. ഇവിടെ മല്ലിയും അതുപോലെ തന്നെ മറ്റേ ചെറുപയറും മാങ്ങ മാത്രമേ അവിടെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞുള്ള ഒരു വളരെ എന്തിന് ഈ പ്രഹസനം, മേയർ എന്തിന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് എന്നോട് ആക്രോശിച്ചപ്പോൾ ഞാൻ അവരോട് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, ഈ പറയുന്നതിനോട് എന്ത് സത്യം? അവരൊക്കെ വളരെ മൗനത്തിലിരിക്കുക. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണവും പാവങ്ങൾക്ക് പട്ടിണിയുമാണ് സർക്കാർ നയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണമാണ് കൊടുത്തത്. പാവങ്ങൾക്ക് സബ്സിഡി സാധനം പോലും ഈ ക്രിസ്മസ് കാലത്ത്, ഈ ഫെസ്റ്റിവൽ സീസണിൽ കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റാണ് ഈ ആർഭാട സദസ്സ് നടത്തുന്നത്. സംസ്ഥാനത്തെ വിവിധ സപ്ലൈകോ ചന്തകളിലും സമാനമായ അവസ്ഥയാണ്. വിലക്കയറ്റം മൂലം ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് ആശ്വാസമെന്ന നിലയിലാണ് സപ്ലൈകോയുടെ ചന്തകൾ പ്രഖ്യാപിച്ചത്. എന്നാൽ
സബ്സിഡി പ്രകാരമുള്ള ഉൽപ്പന്നങ്ങൾ പോലും ലഭ്യമാകാതിരുന്നതോടെ ഇവിടെ എത്തിയവരിൽ ഭൂരിഭാഗവും വലഞ്ഞു. എന്തായാലും ഒന്നുറപ്പാണ്, ഈ ക്രിസ്മസ് കാലം പൊതുജനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ക്യാമറാമാൻ ഷാൻ ബാലകൃഷ്ണനൊപ്പം സൂരജ് സജി, 24. വിവരങ്ങൾ ചോർത്തിയ കരാർ ജീവനക്കാരൻ അറസ്റ്റിൽ. പ്രേക്ഷകർക്കറിയാം, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞാൽ അതൊരു അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ INS വിക്രാന്തിന്റെ അടക്കം വിവരങ്ങൾ ചോർത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നതാണ് ഇന്നത്തെ വാർത്ത. കപ്പൽശാലയിലെ കരാർ ജീവനക്കാരനായ മലപ്പുറം സ്വദേശി ശ്രീനീഷ് പൂക്കോട്ട് നേരത്തെയും യുദ്ധക്കപ്പലുകളുടെ ചിത്രങ്ങൾ കൈമാറിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കരാർ ജീവനക്കാരനായ ശ്രീനിഷ് ഏതാനും നാളുകളായി സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു. ഫോണിൽ നിന്ന് INS വിക്രാന്തിന്റെ അടക്കം ചിത്രങ്ങൾ കണ്ടെത്തി. കപ്പൽശാലയിലെത്തിയ VIPകളുടെ വിവരങ്ങൾ സന്ദേശമായി അയച്ചതും കണ്ടെത്തിയിട്ടുണ്ട്. ഏഞ്ചൽ പായൽ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വിവരം നൽകിയെന്ന് വ്യക്തമായതോടെയാണ് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ അക്കൗണ്ടിൽ നിന്ന് ഒരു സ്ത്രീ തന്നെ വിളിച്ച് ഹിന്ദിയിൽ സംസാരിച്ചിട്ടുണ്ടെന്നും പ്രതി മൊഴി നൽകി. യുദ്ധക്കപ്പലിന്റെ ഫോട്ടോയടക്കം ചോർന്നത് സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ കേന്ദ്ര സുരക്ഷാ ഏജൻസികളും ചോദ്യം ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ കൈമാറിയതിന് പ്രതിക്ക് പണം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു. കേസ് കേരള പോലീസിൽ നിന്ന് ഏറ്റെടുക്കുന്ന കാര്യം ഉടൻ തീരുമാനിക്കുമെന്ന് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കി. S. ശ്യാംകുമാർ, 24, കൊച്ചി. ഇനി നമ്മൾ പോകുന്നത് പൂര നാട്ടിലേക്കാണ്, തൃശ്ശൂർ പൂരം. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രേക്ഷകരോടൊന്നും പറയേണ്ടതല്ല. പക്ഷേ ഇപ്പോൾ അവിടെ സർക്കാർ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. അതെന്താണെന്ന് പരിശോധിക്കാം. പൂര നാട്ടിൽ പ്രതിഷേധം. തൃശൂർ പൂരം പ്രദർശനത്തിനുള്ള സ്ഥലത്തിന്റെ വാടക ഉയർത്തിയതിൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ TN പ്രതാപൻ MPയുടെ നേതൃത്വത്തിലുള്ള രാപകൽ സമരത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. വാടക ഉയർത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കഴിഞ്ഞ തവണ വാടക തുക 40 ലക്ഷമായി ഉയർത്തിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പിന്നാലെ ഇക്കൊല്ലം 2 കോടിയിലധികം രൂപയാക്കി. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. 6 മാസമായിട്ടും ദേവസ്വം മന്ത്രിയായ K. രാധാകൃഷ്ണൻ ചർച്ചയ്ക്ക് പോലും നേതൃത്വം കൊടുത്തില്ല എന്നാണ് ആരോപണം. വാടക വർധന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. 2016 വരെ 8 ലക്ഷം രൂപ 6 ലക്ഷം രൂപയായിരുന്നു ഇതിന്റെ വാടക, തറ വാടക. ഇപ്പൊ അത് 39 ലക്ഷമായി. അത് വീണ്ടും വർദ്ധിപ്പിച്ച് 2,20,00,000 രൂപയാക്കി മാറ്റാനുള്ള നടപടി പൂര കമ്മിറ്റിയോട് മാത്രമല്ല ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സമവായത്തിന് ശ്രമിക്കുമെന്ന് ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ അറിയിച്ചെങ്കിലും ഇതുവരെയും ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് BJP കോൺഗ്രസ് നീക്കം. 24 തൃശൂർ. ഇത്തരത്തിലെ തെരുവ് യുദ്ധമുണ്ട്, വാക്പോരുണ്ട്, ഒപ്പം മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ട് ജയൻ MK ചോദിക്കുന്നത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കേരളം എവിടെ ചെന്നെത്തും എന്നുള്ളതാണ്. അദ്ദേഹം അത്തരമൊരു ചോദ്യം ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അത്തരമൊരു ചോദ്യം ഉയർത്തുന്നത്. ജയനാണ് അങ്ങനെ ഒരു ചോദ്യം ഉയർത്തുന്നത്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. രാഷ്ട്രപതിക്ക് കത്തയച്ചതിന് പിന്നാലെ ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് സർക്കാർ. പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെളിയിച്ചുവെന്നാണ് മന്ത്രി P. രാജീവ് ഇന്ന് പറഞ്ഞത്. ഉത്തരം മുട്ടുമ്പോൾ ഗവർണർ കൊഞ്ഞനം കുത്തുകയാണെന്നായിരുന്നു മന്ത്രി K. രാജന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി നൽകിയാണ് മന്ത്രിമാർ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടാണ് ഗവർണറുടെ നീക്കമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. രാഷ്ട്രപതിക്ക് കത്തയച്ചതിന് പിന്നാലെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് മന്ത്രിമാർ നടത്തിയത്. അധികാരത്തിൽ കടിച്ചു തൂങ്ങി നയങ്ങൾ നിശ്ചയിക്കുകയാണ് ഗവർണറെന്ന് മന്ത്രി P. രാജീവ്. ഇല്ലാത്ത കടിച്ചു തൂങ്ങി അധികാരത്തിൽ ഇരുന്നിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ നയങ്ങളെല്ലാം തീരുമാനിക്കാൻ പോകുന്നത്. അപ്പം അദ്ദേഹം രാഷ്ട്രപതിയുടെ പോലും അംഗീകരിക്കുന്നുവെങ്കിൽ ചാൻസലർ എന്ന നിലയിൽ ഒരു തീരുമാനവും നയപരമായി ഇപ്പോൾ എടുക്കാൻ പാടില്ലാത്തതാണ്. അത് ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഗവർണർ ഭരണഘടനയ്ക്ക് അനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതിന് അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. ഗവർണറെ കയറൂരി വിട്ടിരിക്കുകയാണെന്ന മന്ത്രി K. രാജൻ. ഒരു താനിരിക്കുന്ന പോസ്റ്റിന്
അതിന് സാമാന്യം പുലർത്തേണ്ട മാന്യത അദ്ദേഹം പുലർത്തിയില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ആ വിധത്തിൽ താഴ്ന്നവരാളായി അദ്ദേഹത്തെ വിലയിരുത്തും. അത് കേരളത്തിന് നല്ലതല്ല. ഗവർണർക്കെതിരെ നൽകിയ കത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടെന്തെന്നാണ് സർക്കാർ ഉറ്റുനോക്കുന്നത്. 24 തിരുവനന്തപുരം. അനുബന്ധ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. പത്തനംതിട്ട ചെന്നീർക്കര ഐറ്റിയിൽ മാരകായുധങ്ങളുടെ ചിത്രമയച്ച് ഭീഷണിപ്പെടുത്തി ABVP പ്രവർത്തകൻ കസ്റ്റഡിയിൽ. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോളേജിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഭീഷണിയുണ്ടായത്. ABVP പ്രവർത്തകൻ മഹേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ പന്തളത്ത് ഒരു സംഘർഷമുണ്ടായിരുന്നു, വീട് കയറി കാര്യാലയം ആക്രമിക്കുന്നു, അങ്ങനെ നിരവധി അക്രമ സംഭവങ്ങൾ. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അവിടെയും ഇത്തരത്തിലൊരു ഭീഷണി അറസ്റ്റൊക്കെ ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ഉന്മേഷ പറയാനുള്ളത്. പന്തളത്ത് അക്രമ സംഭവങ്ങൾ നടക്കുന്നു. ആക്രമണം പല കാര്യാലയത്തിന് നേരെയും അതുപോലെ തന്നെ ABVP പ്രവർത്തകരുടെ വീടിന് നേരെ നടക്കുന്നു. ഇന്നലെ SFI പ്രവർത്തകരെ ABVP പ്രവർത്തകർ മർദ്ദിക്കുന്നു. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ചയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചെന്നീർക്കര ITIയിൽ ഇന്ന് ഇലക്ഷനാണ്, യൂണിയൻ ഇലക്ഷൻ നടക്കുകയാണ്. അവിടെ ഉച്ചയോടുകൂടി പോളിംഗ് അവസാനിച്ചു. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കോളേജിലെ ക്ലാസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ മാരകായുധങ്ങൾ, അത് വടിവാളുണ്ട്, നെഞ്ചാക്കുണ്ട്, ഇടിക്കട്ടയുണ്ട്, അങ്ങനെ പല കത്തിയുണ്ട്, അങ്ങനെ ഇത്തരത്തിലുള്ള മാരകായുധങ്ങളാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവർ പങ്കുവച്ചത്. ടൂൾസ് അപ്ലോഡിംഗ് എന്നായിരുന്നു കൃത്യമായ രീതിയിൽ ഈ മഹേഷ് എന്നയാൾ ആ വിദ്യാർത്ഥി ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറിച്ചത്. എന്തായാലും ഇത് വലിയ വിവാദമായി. ഇതിന്റെ സ്ക്രീൻഷോട്ട് രാവിലെ മുതൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ DYFI SFI പ്രവർത്തകർ പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ കോളേജിലെത്തിയ ഈ ITIയിലെത്തിയ മഹേഷിനെ രാവിലെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇലവന്തിട്ട പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് മാരകായുധങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ചതിന് ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസെടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു വ്യക്തത ഇതുവരെ ഇലവന്തിട്ട പോലീസ് നൽകിയിട്ടില്ല. എന്തായാലും ഗുരുതരമായ സാഹചര്യമാണ് അവിടെയുള്ളത്. അവിടെ SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും പരസ്പരം മത്സരിക്കുകയാണ്. അവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വിവരം. പോലീസും ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശരി ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് നമ്മളിനി തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്ക് കടക്കുകയാണ്. അവിടെ മഴ ദുരിതമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിലാണ് ഇത്തരത്തിൽ വലിയ മഴ ദുരിതം ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല ചിലയിടങ്ങളിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലയിടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ സമയത്താണ് തമിഴ്നാടിന് സഹായവുമായി കേരളം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. താമരഭരണി നദിയിൽ നീരൊഴുക്ക് കുറയാത്തതും നിരവധി തടയണകൾ തകർന്നതുമാണ് പ്രതിസന്ധി. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഹെലികോപ്റ്റർ വഴി ഭക്ഷണവും എത്തിക്കുന്നുണ്ട്. പ്രളയബാധിത കുടുംബങ്ങൾക്ക് സഹായവുമായി കേരളം രംഗത്തെത്തി. 20ഓളം അവശ്യ സാധനങ്ങളടങ്ങിയ കിറ്റ് നൽകും. പൊതുജനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്തെത്തി കിറ്റ് കൈമാറാം. 1000 കിറ്റടങ്ങിയ ആദ്യ ലോഡ് ഇന്ന് പുറപ്പെടുമെന്ന് MG രാജമാണിക്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ചീഫ് സെക്രട്ടറി ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി തമിഴ്നാട്ടിൽ പ്രളയബാധിത സ്ഥലത്ത് നമ്മൾ ഇവിടുത്തെ ഫുഡ് കിറ്റ്സും അതുപോലെയുള്ള മെറ്റീരിയൽസും അയക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ പ്രളയബാധിത ജില്ലകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആശ്വാസ നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ 10 മന്ത്രിമാരും IAS ഉദ്യോഗസ്ഥരും മേഖലയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. 13,000-ഓളം പേരാണ് 141 ക്യാമ്പുകളിലായി കഴിയുന്നത്. 24 ചെന്നൈ. പ്രളയത്തിൽ താറുമാറായ തമിഴ്നാട്ടിലെ കുടിവെള്ള ശൃംഖല പുനഃസ്ഥാപിക്കാൻ കേരളം സഹായവുമായി എത്തുകയാണ്. സംസ്ഥാന വാട്ടർ അതോറിറ്റിയിലെ സാങ്കേതിക വിദഗ്ധരുടെ സംഘം തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AS രാജു, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ K സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോകുന്നത് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ഇനി നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒട്ടേറെ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. മറിയക്കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. പക്ഷേ അതിൽ
തീരുമാനം, ഒരു ഉത്തരവ് എന്നുള്ള രീതിയിലൊന്നും കോടതി പറഞ്ഞില്ല. അത് സർക്കാരിൻ്റെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം അത് ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ആ വിഷയത്തിലൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ടൊപ്പം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടിയാണ്. അതൊക്കെ വരുന്നുണ്ട്, നമ്മളതൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് മറിയക്കുട്ടി അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. അതൊക്കെ അവരവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്, അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത്തരത്തിൽ പ്രതികരണങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. കരുതൽ കസ്റ്റഡികൾ നടക്കുമ്പോൾ കാട്ടാക്കടയിൽ പശുക്കളെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിയിടുമെന്ന ഭീഷണിയുമായി വീട്ടമ്മ. മുൻ കോൺഗ്രസ് നേതാവായ രാമുവിനെ കാണാനില്ല എന്ന് കാണിച്ച് ഭാര്യ ശ്രീലയാണ് പ്രതിഷേധിക്കുന്നത്. ശബരിമല ദർശനം കഴിഞ്ഞെത്തിയ രാമു മരിച്ച സുഹൃത്തിന് റീത്തു വാങ്ങാൻ പോയ ശേഷം മടങ്ങിയെത്തിയിട്ടില്ല എന്നാണ് പരാതി. ജംഗ്ഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പോലീസ് കരുതൽ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് അറിഞ്ഞത് എന്ന് ശ്രീല പറയുന്നു. നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് പശുവിനെ സ്റ്റേഷനിൽ കെട്ടിയിടുമെന്നാണ് ശ്രീല പറയുന്നത്. ഈ നവകേരള സദസ്സിനെതിരെയുള്ള കരുതൽ തടങ്കലടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പലതരത്തിൽ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒരു വിഷമത്തിലാണ് ഈ വീട്ടമ്മ. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ശ്രീലത, എന്റെ ഭർത്താവിന്റെ പേര് കാട്ടാക്കട രാമു. ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഇന്നലെ ശബരിമലയിൽ പോയിട്ട് രാവിലെ വന്ന് കൂടെയുള്ള അക്ക എന്ന് പറയുന്ന കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് കൂട്ടായ്മയിലെ സെക്രട്ടറിയാണ്. എവിടെ പോയെന്നറിയാമോ? പോലീസുകാർ പോയെന്നറിഞ്ഞില്ല. ഇപ്പൊ ഞാൻ കാട്ടാക്കട ജംഗ്ഷനിൽ വന്നപ്പോ കാണാനില്ല എന്ന് പറഞ്ഞു വന്നപ്പോ പറഞ്ഞു കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയെന്ന്. ഇന്ന് രാവിലെയാണോ കൊണ്ടുപോയത്? രാവിലെ 7 മണിക്ക് വന്നപ്പോഴാണ് പിടിച്ചോണ്ട് പോയെന്ന് പറയുന്നത്. ഇത് ഞങ്ങൾക്കൊന്നും ജീവിക്കണ്ടേ? ഒരു എന്തെങ്കിലും വഴക്കിനോ ഗുസ്തിക്കോ പോയെങ്കിലല്ലേ പിടിച്ചോണ്ട് പോകണ്ടേ? വീട്ടുകാര്യം ചെയ്ത് ജീവിക്കുന്ന സുഖമില്ലാത്ത മനുഷ്യനാണ്. 62 വയസ്സായി. ശബരിമലയിൽ പോയിട്ട് 2 കാല് നീര് കയറി വന്നതാണ്. ഇന്ന് വെളുപ്പിനാണ് വന്ന് കാലിന് 2 കാലിന് നീരുണ്ട്. എണീറ്റ് അടക്കാൻ വയ്യ. അങ്ങനെ രാവിലെ റീത്ത് വാങ്ങിക്കാൻ വന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചിരുന്നു? മരിച്ചുപോയി. ഇല്ല. ഇപ്പൊ അവിടെ ജംഗ്ഷനിൽ വന്നപ്പോ അവരാണ് പറയുന്നത് കരുതത്തടങ്കലിൽ കൊണ്ടുപോയെന്ന്. ഇങ്ങനെയൊക്കെ കരുത്തടങ്ങൾ കൊണ്ടുപോയെന്ന് എന്തെങ്കിലും വഴക്കിനോ ഗുസ്തിക്കോ പോയെങ്കിൽ 3 മണിക്ക് മുഖ്യമന്ത്രി പറഞ്ഞതിന് ഇപ്പോഴേ കരുത്തടങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? എന്റെ 2 മക്കളെയും കൊണ്ടാക്കിയും വിളിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നത് എന്റെ ഭർത്താവാണ്. ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാം. ഇനി സ്കൂളിൽ കൊണ്ടാക്കിയിരിക്കുന്ന കൊച്ചിനെ ആര് വിളിച്ചുകൊണ്ടുവരും? എന്റെ വീട്ടിൽ പശുവിനെ കറക്കണം. ഇതെല്ലാം ചെയ്യണം എന്റെ ഭർത്താവാണ്. ഞാനും എന്റെ ഭർത്താവും കൂടെയാണ് ഒരു ഫാമിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. എനിക്കിപ്പോ ആരുമില്ല. എന്ത് ചെയ്യണം? ഞാൻ ആ പശുക്കളെ അഴിച്ചിവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കെട്ടിക്കൊടുക്കട്ടാ? അവരെനിക്ക് കറന്നു തരുമോ? നമ്മളെ കുടുംബമായിട്ട് ജീവിക്കണേല്ലേ വീട്ടില്? ന്യായമായ ഒരു കാര്യമാണ്. കാരണം ഇന്നലെ രാത്രി ശബരിമലയിൽ പോയി വെളുപ്പിനെത്തിയതാണ്. വെളുപ്പിനെത്തി കഴിഞ്ഞപ്പോഴേക്കും കരുതൽ തടങ്കലിലേക്ക് ഭർത്താവിനെ കൊണ്ടുപോയി. അങ്ങനെ വീടിന്റെ, അതായത് ഒരു സാധാരണ മധ്യവർഗ കുടുംബം, ആ കുടുംബത്തിന്റെ മുഴുവൻ താളവും ഈ ഒരു ദിവസം തെറ്റി. മുഖ്യമന്ത്രി വൈകിട്ട് 3 മണിക്ക് എത്തുന്നു, പുലർച്ചെ എത്തി ഇയാളെ കരുതൽ തടങ്കലിൽ എടുത്തു എന്നുള്ളതാണ് ഈ വീട്ടമ്മയുടെ ആരോപണം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നും ക്യാമറാമാൻ നന്ദുവിനും രാഹുലിനുമൊപ്പം ഷഫീദ് റാവുത്തർ. ശരി, അത് ശ്രീലത ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് പ്രതിഷേധമാണ് എന്നുകൂടി മനസ്സിലാക്കുക. കാട്ടാക്കടയിൽ നവകേരള സദസ്സിന്റെ വാഹനം പോകുമ്പോൾ ഇടിച്ചത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന വണ്ടിയാണെന്ന് ബ്ലോക്ക് സെക്രട്ടറി ആൻസല ദാസ് 24നോട് കരിങ്കൊടി കാണിച്ചപ്പോൾ തന്നെ CPIM DYFI പ്രവർത്തകർ മർദ്ദിച്ചു. കാലിന് പൊട്ടലുണ്ടെന്നും സർജറി വേണ്ടിവരുമെന്നും ആൻസല ദാസ് പറഞ്ഞു. പ്രതികരണത്തിലേക്ക് ആദ്യം. കരിങ്കോട് കാണിച്ച് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. അത് കഴിഞ്ഞപ്പം അവിടെ DFIക്കാർ ആഡിയോ അടക്കി. ആഡിയോ അടങ്ങി പാടി കിട്ടാതിരിക്കാൻ വേണ്ടി കുനിഞ്ഞതും ഈ വണ്ടി വന്ന് ഇടിച്ചത് വന്നിട്ട് പൈലറ്റ് വാഹനം. ഇതിന്റെ ഈ ബസ്സിന്റെ തൊട്ടുപുറകിൽ വന്ന വണ്ടി ഈ വണ്ടി വന്ന് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അഖിൽ ഷാൻ സാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണോ ഇത്? കാലിന് പരിക്ക് പറ്റിയിരുന്നു, പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയ പ്രവർത്തകൻ തന്നെയാണോ ഇത്? ആ സമയത്ത് അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയാണ് പരിക്കേറ്റത് എന്നുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പറയുന്നു ഇപ്പോൾ ഈ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന വണ്ടിയാണ് ഇടിച്ചതെന്ന്. അങ്ങനെയാണോ? ഉന്മേഷ്, അങ്ങനെ തന്നെയാണ്. അതായത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണിച്ച ആ ദൃശ്യത്തിലുള്ള അതേ ആൾ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. കാട്ടാക്കട കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ആൻസല ദാസാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം തന്നെയാണ് തന്നെ ഇടിച്ചിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അദ്ദേഹം ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. കാലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് ഡോക്ടർമാരുൾപ്പെടെ വ്യക്തമാക്കുന്നത്. കാലിന് സർജറി ഉൾപ്പെടെയുള്ളവ വേണ്ടിവരും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ
നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ CPIM DYFI പ്രവർത്തകരും അതുപോലെ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ ആയി ഉള്ള വലിയൊരു സംഘർഷമാണ് ഈ കാട്ടാക്കടയിൽ കണ്ടത്. അതിൻ്റെ ഭാഗമായി വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം ഇദ്ദേഹത്തെ തള്ളിയിട്ടു, ഇദ്ദേഹത്തെ ഇടിച്ചിട്ടു എന്നുള്ളൊരു ആരോപണവുമായി ഈ ആൻസലദാസും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹം ഏറ്റവും എടുത്തു പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം തന്നെയാണ് തന്നെ ഇടിച്ചിട്ടതെന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ശരി, അഖിൽഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നമ്മൾ ഇന്നത്തെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ ഷഹനയുടെ മരണത്തിൽ പ്രതി ഡോക്ടർ ഉവൈസിന് ഉപാധികളോടെ കോടതി ഇന്ന് ജാമ്യം നൽകി. പാസ്പോർട്ട് പോലീസിന് നൽകണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയാണ് റുവൈസ്. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. റെഗുലർ വിദ്യാർത്ഥിയായ റുവൈസിന്റെ പഠനം നഷ്ടപ്പെടാതിരിക്കാൻ ജാമ്യം നൽകണം എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. തുടർന്നുള്ള കസ്റ്റഡി അനിവാര്യമല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അതിനെ തുടർന്നാണ് ജാമ്യം നൽകിയത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗുസ്തി താരം സാക്ഷി മലിക്കിന് പിന്തുണയുമായി ഗുസ്തി താരങ്ങളും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും. വിരമിക്കൽ ഹൃദയഭേദകമെന്ന് ബോക്സർ താരം വിജേന്ദർ സിംഗ് പറഞ്ഞു. മോദി സർക്കാർ മൗനം വെടിയണം എന്നായിരുന്നു കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാലയുടെ പ്രതികരണം. വീണ്ടും മത്സരത്തിൽ പങ്കെടുത്ത് സാക്ഷി മലിക് കരുത്ത് തെളിയിക്കണമെന്ന് ഫെഡറേഷൻ മുൻ സെക്രട്ടറി പ്രസൂദ് 24 പ്രതികരിച്ചു. സാക്ഷി മാലിക്കിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. നീതി നടപ്പിലായില്ലെന്ന് ഗുസ്തി താരങ്ങൾ ആവർത്തിച്ചു. ഒളിമ്പിക്സ് മെഡൽ ജേതാവിന് രാജ്യത്ത് നീതി ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്ന് ബോക്സിംഗ് താരം വിജേന്ദർ. बस मेरे एक दो छोटे छोटे सवाल हैं कि अगर ये आपकी किसी माँ बहन बेटी के साथ हुआ होता, क्या तब भी आप लोग ऐसे ही चुप रहते, या मोदी सरकार तब भी ऐसे ही चुप रहती? പെൺമക്കളുടെ കണ്ണീരിൽ പാർലമെന്റ് നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല. तो इस देश की बेटियां और उनके अभिभावक, उनके माता पिता और परिवार किस पर विश्वास कर अपनी बेटियों को खेलने के लिए भेजेंगे? വീണ്ടും മത്സരത്തിൽ പങ്കെടുത്ത് സാക്ഷി മാലിക് കരുത്തു തെളിയിക്കണമെന്ന് ഗുസ്തി ഫെഡറേഷൻ മുൻ സെക്രട്ടറി പ്രസൂദ് 24 പറഞ്ഞു. സാക്ഷി മാലിക് ചെയ്യേണ്ടത് ഇനിയും പ്രാക്ടീസ് ചെയ്ത് ഞാനിതാ ഇന്ത്യൻ ചാമ്പ്യനാണ്, വീണ്ടും ഞാനിതാ ഏഷ്യൻ ചാമ്പ്യനാണ്, വീണ്ടും തെളിയിച്ച് കാണിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഒരാൾ വിരമിച്ചാലും അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് കുറഞ്ഞാലും വീണ്ടും തിരിച്ചു വരുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്കുണ്ട്, ഇല്ലേ? സാക്ഷി മാലിക്കിന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ കേന്ദ്ര കായിക മന്ത്രി പോലും പ്രതികരിക്കാത്തത് ദൗർഭാഗ്യകരമെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണം. 24 ഡൽഹി. വാരാന്ത്യത്തിലേക്ക് കടന്നതോടെ ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ദർശനം നടത്തേണ്ടി വരുന്നത്. തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയെന്നാണ് ശബരിമല സ്പെഷ്യൽ ഓഫീസർ KS സുദർശൻ 24 പറഞ്ഞത്. ക്രിസ്തുമസ് അവധിക്കായി സ്കൂളുകളും കോളേജുകളും ഇന്നടയ്ക്കുന്നതോടെ ഇനിയും തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്നലെ 1,00,000-ലധികം പേർ ദർശനം നടത്തി. 90,000-ലധികം പേർ ഇന്നും വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉച്ചവരെ 50,000-ഓളം പേർ 18-ാം പടി ചവിട്ടി. തീർത്ഥാടകരുടെ നീണ്ട ക്യൂ ഇന്നും മരക്കൂട്ടം വരെ നീണ്ടു. ഇടത്താവളങ്ങളിലും നിലയ്ക്കലിലും പമ്പയിലും നിയന്ത്രണം തുടരുകയാണ്. തിരക്ക് വർദ്ധിച്ചാലും ഭക്തർക്ക് സുഗമ ദർശനത്തിന് അവസരമൊരുക്കുമെന്ന് സ്പെഷ്യൽ ഓഫീസർ KS സുദർശൻ 24 പറഞ്ഞു. ഈ മണ്ഡലകാലത്തെ ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും അവർക്ക് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടി പോലീസ് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 10 DYSPമാരുടെയും 30 ഇൻസ്പെക്ടേഴ്സിൻ്റെയും കീഴിൽ 1400ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ മരക്കൂട്ട് മുതൽ സന്നിധാനം വരെയുള്ള സ്ഥലങ്ങളിൽ വിന്യസിച്ചിരിക്കുകയാണ്. തീർത്ഥാടകർ നിയന്ത്രണങ്ങളോട് പരമാവധി സഹകരിക്കണമെന്ന് മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി. ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ ആവാൻ വേണ്ടി എല്ലാവരും ഒത്ത് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്തും എല്ലായിടത്തും കാണുന്നത്. നമ്മൾ കൂടുതൽ തിരക്കുകൾ ഇത് വരുമ്പോൾ കഴിയുന്നത്ര അതിനോട് അനുസരിച്ച് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് പറയാനുള്ളത്. അതെ, മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് ലഡു വിതരണം നടത്തി. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര നാളെ നടക്കും. തങ്കേങ്കി ഘോഷയാത്ര നാളെ പന്തളത്ത് നിന്നും പുറപ്പെടും. വിവിധയിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഈ മാസം 26-നായിരിക്കും സന്നിധാനത്തെത്തുക. 27-നാണ് ഈ മണ്ഡലകാലത്തെ മണ്ഡലപൂജ നടക്കുക. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ് 24 സന്നിധാനം. സന്നിധാനത്ത് അങ്ങനെ ഭക്തജന തിരക്കുണ്ട്. നമ്മൾ സന്നിധാനത്ത് നേരെ പോകുന്നത്
ഡൽഹിയിലേക്കാണ്. അവിടെ വലിയ ഒരു പ്രതിഷേധം നടന്ന ദിവസമാണ്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. പ്രതിപക്ഷ എംപിമാർക്കെതിരായ കൂട്ട സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി ജന്തർ മന്ദറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, ശരത് പവാർ, സീതാറാം യെച്ചൂരി, ഡി രാജ തുടങ്ങിയ നേതാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സസ്പെൻഡ് ചെയ്യപ്പെട്ട 146 എംപിമാരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. പാർലമെന്റിൽ പുകയാക്രമണം നടത്തിയവർ തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനും എതിരെയാണ് പ്രതിഷേധിച്ചത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദി സർക്കാർ യുവജനതയ്ക്ക് തൊഴിൽ ലഭിക്കാൻ യാതൊരു സഹായവും നടപടിയും ചെയ്യുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. हिंदुस्तान के युवाओं के हाथ से आपने देशभक्ति की जो फीलिंग होती है, तो आप सोचते हो आप हिंदुस्तान के युवा को डरा सकते हो, आप सोचते हो कि आप मीडिया को कंट्रोल कर सकते हो, आप सोचते हो कि आप देश का पूरा धन अदानी जी जैसे 2-3 लोगों को दे सकते हो. आप हिंदुस्तान को नहीं समझे, आप हिंदुस्तान के युवाओं को नहीं समझे. നിതിൻ അംബുജനുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, പാർലമെന്റിൽ നമ്മൾ തുടർച്ചയായ പ്രതിഷേധങ്ങൾ കണ്ടു, സസ്പെൻഷൻ കണ്ടു, ഒടുവിൽ ഇരുസഭകളും പിരിയുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം ഇന്ന്. ഇനി എങ്ങനെയായിരിക്കും? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുകയാണല്ലോ. ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ട് പോക്ക്, ഒപ്പം ഭരണപക്ഷത്തിന്റെയും എങ്ങനെയായിരിക്കും നിതിൻ? ഉന്മേഷ്, ഇനിയുള്ള ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമായി തുടരാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. കാരണം പാർലമെന്റിൽ കണ്ടത് ജനാധിപത്യ വിരുദ്ധ നടപടിയാണ്. പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ 146 എംപിമാർ കൂട്ടമായി സസ്പെൻഷൻ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ശക്തമായി തന്നെ തെരുവിലടക്കം ഉയർത്താനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ഇന്നിപ്പോൾ ജന്തർ മന്ദർ കൂടാതെ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് രാജ്ഭവനിലടക്കം ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, അതായത് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി കൃത്യമായ മറുപടി തരണം എന്നൊരു വിഷയം ഉന്നയിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് ജന്തർ മന്ദറിൽ 146 വിവിധ പാർട്ടികളിലുള്ള എംപിമാരെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധി കൂടാതെ മല്ലികാർജ്ജുൻ ഖാർഗെ, ശരത് പവാർ, CPM പങ്കാളിത്തം ഉണ്ടായിരുന്നു. CPI അങ്ങനെ ഏതാണ്ട് 18 പ്രതിപക്ഷ പാർട്ടികളുടെ പങ്കാളിത്തം ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളും സമാനമായി തന്നെ പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഏതായാലും വരും ദിവസങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയുടെ പ്രതിഷേധം ശക്തമായി ഉണ്ടാകുമെന്നാണ് നിതിൻ അംബുജൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയ സംപ്രേഷണത്തിലേക്ക്. എങ്കിലും എല്ലാ ഉത്സവ നാളുകളിലും, വിശേഷിച്ച് ഉത്സവ നാളുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളടക്കം ജനങ്ങൾക്ക് നല്ല തോതിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം. ഇത്തവണയും ക്രിസ്മസിന് കുറച്ച് വൈകിയാണെങ്കിലും ക്രിസ്മസ് ചന്തകൾ ആരംഭിക്കാനുള്ള തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിനനുസരിച്ച് ഇന്നിപ്പോൾ ചന്ത തുടങ്ങുകയുണ്ടായി. സപ്ലയർമാർക്ക് നൽകാനുള്ള കുടിശ്ശിക ഒരു പ്രശ്നമാണ്. അതെല്ലാം ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഇന്നലെ ഞാൻ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് 13 സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ 7 ഉൽപ്പന്നമാണ് ഉദ്ഘാടന സമയത്തുണ്ടായിരുന്നത്. ഞാനത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. പത്രക്കാരും മാധ്യമങ്ങളെല്ലാം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 13 സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ 12 ഉൽപ്പന്നങ്ങൾക്ക് വർക്ക് ഓർഡർ കൊടുത്ത് സാധനങ്ങൾ കൊണ്ടുവരികയാണ്. ഇന്നിപ്പോൾ രാവിലെ തൃശ്ശൂർ ഉദ്ഘാടന സമയത്ത് 5 സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് എത്തിയത്. ബാക്കി ഉൽപ്പന്നങ്ങൾ ഓൺ ദ വേ ആണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി എത്തിച്ചേരും. എന്നാൽ സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ, എത്രയോ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കേരളത്തിൽ കൊടുക്കുന്ന കേന്ദ്രമാണ് സപ്ലൈകോ. ഓഫറുകൾ ഇതുമായി ബന്ധപ്പെട്ട് പല സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്കുണ്ട്, വില കുറച്ചു കൊടുക്കുന്നതടക്കം. അപ്പോൾ അത് ആളുകളെ ബോധ്യപ്പെടുത്തി ആളുകളെ ആ നിലയിൽ അവർക്ക് കുറച്ച് സമയം കഴിഞ്ഞായാലും ഇതെല്ലാം ലഭ്യമാകുമെന്നുള്ള കാര്യം ആ നിലയിൽ സംഘാടകർക്ക് കഴിഞ്ഞില്ല. 2, അതിനകത്ത് തൃശൂർ സംഭവിച്ചത് ഉൽപ്പന്നങ്ങളുടെ ഈ കുറവല്ല. ആ പന്തൽ അവർ ഇത്തവണ ചന്ത ആരംഭിക്കാൻ തീരുമാനിച്ച് സാധാരണ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. എന്നാൽ ഇത്തവണ അവിടെ ആ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ സ്ഥലം വേറെ സ്ഥലത്തേക്ക് മാറിയപ്പോൾ ഉണ്ടായ ചില അസൗകര്യങ്ങളുണ്ട്. ഭയങ്കര വെയിലായിരുന്നു. ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുമ്പോൾ അവർക്ക് സാധനവും ലഭ്യമാകാത്ത അവസ്ഥ വന്നു, വെയിലും കൂടെ വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ പ്രയാസം ഉണ്ടായത്. എന്തായാലും വൈകുന്നേരം ത്തോടുകൂടി ഇത് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചന്ത തുടങ്ങിയ സ്ഥലങ്ങളിലാണെങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലാണെങ്കിലും പരമാവധി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ, സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വ്യാപകമായി എല്ലായിടത്തുമുണ്ട്, സബ്സിഡി ഉൽപ്പന്നങ്ങൾ പരമാവധി ലഭ്യമാക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കും.
ഇല്ല 12 എത്തിക്കാൻ കഴിയുള്ളൂ. അത് പൊതുമേഖലാ സ്ഥാപനമാണ്. നമ്മൾ ഇതെല്ലാം യാഥാർത്ഥ്യബോധത്തോടെ കാണണം. സ്വകാര്യ സ്ഥാപനമല്ല. പൊതുമേഖലാ സ്ഥാപനത്തിന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് വാങ്ങാൻ കഴിയൂ. അപ്പോൾ ടെൻഡർ നടപടികളിൽ സഹകരിക്കാത്ത ഒരു നിലപാട് പഞ്ചസാര വ്യാപാരികൾ എടുത്താൽ പിന്നെ അത് പുറത്ത് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു വന്ന് കൊണ്ട് വിൽക്കാൻ കഴിയില്ല. അപ്പോൾ അത് നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പഞ്ചസാര വരുമെന്ന് ഉറപ്പുള്ളൂ. ബാക്കി 12 ഉൽപ്പന്നങ്ങൾ എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും പരമാവധി ഈ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ആളുകൾക്ക് അറിയാലോ. ഇതിനേക്കാൾ കൂടുതൽ എന്താ പറഞ്ഞത്? അതൊക്കെ പ്രഹസന. ഇത് ഈ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങളെ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം എന്താ, 5% ആളുകൾ പോലും ഇത്തരം സ്ഥാപനങ്ങൾ ആശ്രയിക്കുന്നില്ല എന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറയുന്ന ആളുകളല്ലേ. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ എന്താ പറഞ്ഞത്? കേരളത്തിൽ ക്രിസ്മസ് പ്രമാണിച്ച് റേഷൻ വിതരണം നടക്കില്ലെന്ന് പറഞ്ഞു. ഞാനിത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം. ഇന്ന് ഞാൻ നോക്കുമ്പോൾ 56 ലക്ഷം കുടുംബങ്ങൾ അരി വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാ 87 ലക്ഷം പേർ വാങ്ങുന്ന വിനിമയം നടക്കുന്ന ഒരു ഔട്ട്ലെറ്റും സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട ജനങ്ങളും ഇത്രയധികം ഒരു മാസം വന്നു പോകുന്ന കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ അത് വളരെ വഷളാക്കാൻ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള നിലപാട് ഒട്ടും ഗുണകരമല്ല. 86 ലക്ഷം ആളുകൾ ഒരു മാസം പൊതുവിതരണ കേന്ദ്രത്തിൽ വരികയും സാധനങ്ങൾ വാങ്ങാനും തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അതിന്റെ വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണോ? അതുപോലെ സപ്ലൈകോയിൽ 45 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള ആളുകൾ എല്ലാ മാസവും സപ്ലൈകോയിലെ കടകളെ ആശ്രയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ കുറച്ച് വൈകിപ്പോയാൽ അതോടുകൂടി എല്ലാം തകർന്നുപോയി എന്ന് പ്രചരിപ്പിക്കുന്ന രീതി ശരിയല്ല. അത് അല്പം വൈകിപ്പോയാൽ അത് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും, അവർക്ക് വാങ്ങാനുള്ള സൗകര്യം കിട്ടും. ഇത്രയധികം വില കുറച്ച് കൊടുക്കുന്ന ഒരു കേന്ദ്രം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇത്രയധികം വില കുറച്ച് സൗജന്യ നിരക്കിലേക്ക് ഈ നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ ഇടതുപക്ഷ വീടുകളല്ല അവർ മാത്രമല്ല അത് വാങ്ങുന്നത്, എല്ലാ കുടുംബങ്ങളെയും ഉദ്ദേശിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ ഉത്സവ നാളുകളിൽ മാർക്കറ്റിലെ വിലവർദ്ധനവ് ബാധിക്കാതിരിക്കാൻ ഫലപ്രദമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. സപ്ലൈകോയ്ക്ക് ഇപ്പൊ ധനപരമായി കുറച്ച് പ്രയാസത്തിന്റെ ഘട്ടത്തിലാണ്. ശരി, ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. നിസ ചോദിക്കുന്നത് സപ്ലൈകോയിൽ എന്തെങ്കിലും കൊണ്ടുവെക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. സബ്സിഡി സാധനങ്ങൾ 13 എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തൃശ്ശൂരിൽ ഇന്ന് വിവാദമുണ്ടായിടത്ത് 5 സബ്സിഡി സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാക്കിയുള്ളവ ഇന്ന് വൈകിട്ടോടെ അവിടെ എത്തും എന്നുള്ള ഉറപ്പുകൂടി ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ നൽകുന്നുണ്ട്. പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് പ്രതിഷേധിച്ച അടിമാലിയിലെ മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാർ സാവകാശം തേടി. കേസ് ഇന്ന് തന്നെ വീണ്ടും പരിഗണിക്കും. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന സർക്കാർ നിലപാട് നിർഭാഗ്യകരമെന്ന് കോടതി പരാമർശിച്ചു. എസ് ശ്രീകാന്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എപ്പോഴായിരിക്കും കോടതിയുടെ ഒരു ഉത്തരവ് വരിക? ശ്രീകാന്ത്, കോടതി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് അല്പസമയത്തിനകം ഈ ഹർജി പരിഗണിക്കും. ക്രിസ്മസ് അവധിക്ക് ഇന്ന് കോടതി പിരിയുകയാണ്. അതിനു മുൻപായി ഒരു ഇടക്കാല ഉത്തരവ് ഈ കേസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അല്പസമയം മുമ്പ് ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ പെൻഷൻ എപ്പോൾ നൽകും എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി, ആ മറുപടി നൽകൂ എന്നുള്ളതാണ് സർക്കാരിനോട് പറഞ്ഞത്. സർക്കാർ കൂടുതൽ സമയം തേടി. ഉച്ചയ്ക്ക് ശേഷം കേൾക്കാമെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനോടും ഉച്ചയ്ക്ക് ശേഷം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രവും ഇന്ന് ഈ വിഷയത്തിൽ മറുപടി ഒരുപക്ഷെ നൽകിയേക്കുകയും ചെയ്യും. നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിന് കോടതി തക്കതായ മറുപടിയും നൽകുകയുണ്ടായി. അല്പസമയത്തിനകം ഈ കേസ് പരിഗണനയ്ക്ക് വരും. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് മറൈക്കുട്ടിയുടെ ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി എന്താകും എന്നത് അല്പസമയത്തിനകം അറിയാം. രജൌരിയിൽ ഭീകരാക്രമണം. ജമ്മുകശ്മീരിലെ രജൌരിയിൽ ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണമാണ് വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 5ആയി. മേഖലയിൽ ഭീകരർക്കായി വ്യോമസേനയുടെ സഹായത്തോടെ സംയുക്ത തെരച്ചിൽ നടക്കുന്നുണ്ട്. ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്തം PAFF ഏറ്റെടുത്തു. ചികിത്സയിലുണ്ടായിരുന്ന രണ്ടാമത്തെ സൈനികൻ ഇന്ന് രാവിലെയാണ് വീരമൃത്യു വരിച്ചത്. ഇതോടെ ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 5ആയി. ഇന്നലെ സൈനിക വാഹനങ്ങൾക്ക് നേരെയായിരുന്നു ഭീകരാക്രമണം ഉണ്ടായത്. തൽക്ഷണം 3 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. 3 പേരെയാണ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റിയത്.
ഇവരിൽ രണ്ടാമത്തെയാളാണ് ഇന്ന് രാവിലെ വീരമൃത്യു വരിച്ചത്. ഭീകരാക്രമണത്തിന് പിന്നാലെ രജൌരിയിൽ തിരച്ചിൽ സുരക്ഷാ സേന ശക്തമാക്കി. വനമേഖലയിലെ പരിശോധനയിൽ വ്യോമസേന സംയുക്ത സേനയെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം PAFF ഏറ്റെടുത്തു. ജെയ്ഷെ മുഹമ്മദിന്റെ അനുബന്ധ ഭീകര സംഘടനയാണ് PAFF. ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് രജൌരി പൂഞ്ച് മേഖലയിൽ സൈനികർക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. നവംബറിലുണ്ടായ ആക്രമണത്തിൽ 2 ക്യാപ്റ്റന്മാരടക്കം 5 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. രജൌരിയിലെ ഇപ്പോഴത്തെ സംഭവം ഭീകരവാദം ജമ്മുകശ്മീരിൽ നിലച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണെന്ന് മുതിർന്ന നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള കുറ്റപ്പെടുത്തി. 24 ഡൽഹി. വണ്ടിപ്പെരിയാർ പോക്സോ കൊലപാതകത്തിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ വാദം തള്ളി കേസിലെ മുഖ്യ സാക്ഷി കുട്ടിക്ക് നൽകാൻ അർജുൻ മിഠായി വാങ്ങിയിരുന്നില്ല എന്ന് പറഞ്ഞത് കളവാണെന്ന് സമീപത്തെ കടയുടമ വ്യക്തമാക്കി. സാക്ഷിമൊഴി എതിരായിട്ടും പ്രതി രക്ഷപ്പെട്ടതിൽ വിഷമമുണ്ടെന്നും കടയുടമ 24നോട് പറഞ്ഞു. വണ്ടിപ്പെരിയാർ പോക്സോ കൊലപാതക കേസിലെ മുഖ്യ സാക്ഷിയായിരുന്നു കടയുടമ ഗീത. മിഠായി വാങ്ങാറില്ലെന്ന അർജുന്റെ വാദം തെറ്റെന്ന് ഗീത പറയുന്നു. മഞ്ച് ഉൾപ്പെടെയുള്ള മിഠായികൾ അർജുൻ സ്ഥിരമായി വാങ്ങിയിട്ടുണ്ട്. മിഠായി വാങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു അർജുൻ എത്തിയിരുന്നതെന്നും ഗീത. കുഞ്ഞങ്ങനെ മരിച്ചതിൽ വിഷമമുണ്ട്. മിക്കവാറും മിഠായി വന്ന് വാങ്ങിക്കുന്നുണ്ട്. അധികം സംസാരിക്കാത്ത ആളായിരുന്നു അർജുൻ. പ്രതിയാണെന്ന് അറിയുന്നത് പോലീസ് എത്തിയപ്പോഴാണ്. ഒരു കൊച്ചുകുട്ടിക്ക് ഇത്തരത്തിൽ മരണം സംഭവിച്ചിട്ടും സാക്ഷിമൊഴികൾ എതിരായിട്ടും പ്രതിയെന്ന് കരുതിയാൾ രക്ഷപ്പെട്ടതിൽ വിഷമമുണ്ട് എന്നും ഗീത പറഞ്ഞു. 24 ഇടുക്കി. നമ്മളിനി കോഴിക്കോട്ടെ ഒരു കാഴ്ചയിലേക്ക് പോവുകയാണ്. അവിടെ കാഴ്ചക്കാരിൽ കൗതുകം നിറച്ച് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ തീ ചാമുണ്ടി തെയ്യം കെട്ടിയാടി. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഫോക്ക് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് തെയ്യം അരങ്ങേറിയത്. ചെറുതാഴം രാമചന്ദ്ര പണിക്കറാണ് തെയ്യക്കോലം അണിഞ്ഞത്. ഉത്തര കേരളത്തിൽ തെയ്യക്കാലമാണ്. മഞ്ഞൾ മണക്കുന്ന അസുരവാദ്യത്തിൻ്റെ താളം മുറുകുന്ന മനുഷ്യനും ദൈവവും ഒന്നാകുന്ന രാത്രികൾ. അണിയറയിൽ കോലധാരിക്ക് മുഖത്തെഴുത്ത്. തലച്ചമയത്തിനൊടുവിൽ മുടിയണിഞ്ഞ് മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള യാത്ര. കൂട്ടിന് തോറ്റംപാട്ടിൻ്റെ അകമ്പടി. ഒരാൾ പൊക്കത്തിലെരിയുന്ന മേലേരിക്കു ചുറ്റും ഒറ്റക്കോലം വലം വയ്ക്കും. പിന്നെ കനൽച്ചൂട് നെഞ്ചോട് ചേർത്ത് അഗ്നിപ്രവേശം. ഹിരണ്യവധം നിസാരമെന്ന് പരിഹസിച്ച അഗ്നിദേവന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ അഗ്നികുണ്ഡത്തിലേക്ക് നരസിംഹരൂപം പൂണ്ട ഭഗവാൻ മഹാവിഷ്ണു എടുത്തുചാടിയെന്ന് ഐതിഹ്യം. ഈ ഓർമ്മയിലാണ് തീച്ചാമുണ്ടിയുടെ കെട്ടിയാടൽ. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. ഇനി വളരെ വേഗത്തിൽ ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ശക്തമായ നടപടിക്ക് ഒരുങ്ങി ഇഡി. രണ്ടാം തവണയും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. ചെക്ക് റിപ്പബ്ലിക് തലസ്ഥാനമായ പ്രാഗിലെ ചാൾസ് സർവകലാശാലയിൽ ഉണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 15ആയി. 24 പേർക്ക് പരിക്കേറ്റെന്ന് പോലീസ്. കൊല്ലം കേരളപുരത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊപ്പാറ പ്രിന്റിംഗ് പ്രസ് ഉടമ രാജീവ്, ഭാര്യ ആശ, രാജീവ്, മകൻ മാധവ് എന്നിവരാണ് മരിച്ചത്. പത്തനംതിട്ട കോന്നിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ച അപകടം. ഒരാളുടെ നില ഗുരുതരം. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ PJ കുര്യന്റെ ഭാര്യ സൂസൻ കുര്യൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി. കേരളത്തിന് ഉത്സവകാല സഹായം നൽകി കേന്ദ്രം. 1404.50 കോടി അനുവദിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. ആർക്കെ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ അധിക ഉത്സവകാല പ്രമാണിച്ചുകൊണ്ട് അധിക നികുതി വിഹിതമാണ് ഇപ്പോൾ കേരളത്തിന്
അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കേരളം ഇപ്പോൾ ഈ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ വിഹിതമടക്കം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിന് പരിഹാരം എന്ന രീതിയിൽ അടിയന്തര സഹായമായി ഇപ്പോൾ ഈ തുക ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 1404.50 കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ അധിക നികുതി വിഹിതം അനുവദിച്ചിട്ടുണ്ട്. 72,961.21 കോടിയാണ് ഈ ഇനത്തിൽ എല്ലാ ശരിയാർക്ക് ഏതായാലും ഒരു പ്രതിസന്ധി ഘട്ടമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കേന്ദ്ര സഹായം ലഭിക്കുന്നത്. ഇതോടെ ഗുഡ് ആഫ്റ്റർനൂൺ പൂർത്തിയാവുകയാണ്.